സുഹൃത്തുക്കളെ, അനാവശ്യമായിട്ടുള്ള ബഹുമാനം എല്ലാറ്റിനും കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ വേണ്ട, ഇന്ത്യക്കാർ. അനാവശ്യമായിട്ടുള്ള ബഹുമാനം മറ്റു പല കാര്യങ്ങൾക്കും അങ്ങോട്ട് കൊടുത്തു കളയാറുണ്ട്. ഈവൻ ഒരു അവാർഡ് കിട്ടിയാൽ പോലും അതിനെ എന്തോ ഒരു വലിയ സംഭവമായിട്ടൊക്കെ നമ്മൾ അതിനെ കാണുകയും, ശരിയാണ്, നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവൃത്തിക്ക് അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ അംഗീകരിച്ച് കിട്ടുന്ന സംഗതി തന്നെയാണ്. പക്ഷെ അത് എങ്ങനെ സൂക്ഷിക്കണം എന്നതിനെ കുറിച്ച് നമ്മൾ മാത്രം എടുക്കുന്ന തീരുമാനമാണ്. ഇങ്ങനെയൊക്കെ പറയാൻ കാരണേ, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമ്മുടെ ക്രിക്കറ്റില് ഒരു അവാർഡ് കിട്ടി. ആ ഒരു അവാർഡിന്റെ മേലെ 2 കാലുകളും കയറ്റി വെച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെതിരെ തെറിയായിരുന്നു നമ്മൾ പ്രിയപ്പെട്ട ഇന്ത്യക്കാർ എഴുതി വെച്ചത്. മലയാളികളടക്കം, ഒരു സംശയമില്ല. അദ്ദേഹത്തിന് മറുപടി പറഞ്ഞത്, എനിക്ക് കിട്ടിയ അവാർഡാണ്, ഞാൻ ഇഷ്ടമുള്ള പോലെ അതിനെ പരിഗണിക്കും. അവാർഡിന് അങ്ങനെയൊക്കെ തന്നെ ഒരു വില കാണിക്കുന്നുള്ളൂ. നമ്മളെ കഴിവാണ് എല്ലാറ്റിനും അപ്പുറം. കുറച്ചു കാലം കുറെ മുമ്പ് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഏതൊരു മനുഷ്യൻ തന്റെ ക്യാമറ, താൻ വർക്ക് ചെയ്യുന്ന ക്യാമറ നിലത്ത് വെച്ച് അതിന്റെ മേലെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ എന്താ കാണിച്ചിരുന്നു. കാല് കെട്ടി വെക്കുകയാണ്, ഇരിക്കാന്ന് അറിയത്തില്ല. വളരെ ആ ഒരു ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നൊരു വലിയൊരു ഉപകരണമല്ലേ, അതിനെ വളരെയധികം പുണ്യമായിട്ട് കാണണ്ടേ. നമ്മൾ അങ്ങനെയാണല്ലോ, ഇതിനൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് പൂജിക്കുന്ന ആൾക്കാരാണല്ലോ. അങ്ങനെയൊക്കെ കാണണ്ടേ എന്നൊക്കെ വിചാരത്തില് അദ്ദേഹത്തിനെതിരും പറഞ്ഞായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ജോലി എന്ന് പറയുന്നത്, ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലൊരു സ്വപ്നമാണ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ചിത്രമാണ് ഞാൻ പതിപ്പിക്കുന്നത്. അതിന് എൻ്റെ കയ്യിലുള്ള ഒരു വെറും ഉപകരണം മാത്രമാണ് ക്യാമറ എന്ന് പറയുന്നത്. ആ ഒരു ക്യാമറയിലേക്ക് ഏത് ചിത്രം എപ്പോൾ പതിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് ഞാനാണ്. എൻ്റെ മനസ്സിൽ വിഷ്വൽ കണ്ടാൽ മാത്രം ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഉപകരണം ഉപയോഗിക്കുന്നു മാത്രം. അതിനപ്പുറത്തേക്ക് ഒരു വലിയ പ്രാധാന്യമൊന്നും ആ ഒരു ക്യാമറയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ നല്ല ഡിവൈസ്, ഒരു നല്ല ക്യാമറ വന്നു കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യൻ പുതിയ ക്യാമറ വാങ്ങിയേക്കാം. അപ്പോൾ ആ പഴയ ക്യാമറയെ ഇങ്ങനെ എടുത്തിങ്ങനെ മാലയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് ആ ഒരു ചങ്ങാതി പറയുന്നത്. വളരെ നല്ല ഒരു ഉത്തരമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നത്, കേറ്റ് വിൻസ്ലെറ്റ് എന്ന് പറയുന്ന ഒരു നടിയുണ്ട്. ആ ഒരു കേറ്റ് വിൻസ്ലെറ്റ് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, എനിക്ക് കിട്ടിയ ഓസ്കാർ അവാർഡ് ഞാൻ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് എൻ്റെ ബാത്റൂമിലാണ്, എൻ്റെ കുളിമുറിയിലാണ്. വലിയ അത്ഭുതം ഉണ്ടാക്കുന്ന, ഒരു പക്ഷേ ആ ഒരു പോസ്റ്റ് താഴെ ഇനി തെറിയഭിഷേകങ്ങളൊക്കെ മെല്ലെ വരാനൊക്കെ സാധ്യതയുണ്ട്. പറഞ്ഞതിന് ഒരു കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. കേറ്റ് വിൻസ്ലെറ്റ് അവാർഡ് കിട്ടുന്നത് ദ റീഡർ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കാണ്. നിങ്ങൾ ആരെങ്കിലും ആ റീഡർ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ കേട്ടോ, ഗംഭീര സിനിമയാണ്. ആ സിനിമയെ കുറിച്ചിട്ട് ഞാൻ ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. കഴിയുമെങ്കിൽ ഇതിന് നേരെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു സിനിമയെ പറ്റി നിങ്ങൾ ചെറിയൊരു വിവരം കിട്ടും. എന്തൊക്കെയായാലും ആ റീഡർ എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിനാണ് ഇവർക്ക് ആദ്യമായിട്ട് നമ്മുടെ ഓസ്കാർ അവാർഡ് കിട്ടുന്നത്. ഇവര് അത് കുളിമുറിയിൽ കൊണ്ടുവയ്ക്കാനുള്ള കാരണമായിട്ട് പറയുന്നത്, ഒരു പക്ഷേ ആ ഒരു അവാർഡ് കിട്ടാത്ത ആളുകൾ, ആ അവാർഡ് ഒരിക്കലെങ്കിലും കൈകളിൽ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ കേറ്റ് വിൻസ്ലെറ്റിന്റെ വീട്ടിലേക്ക് വരാം. സുഹൃത്തുക്കളായിരിക്കാം, കുടുംബക്കാരായിരിക്കാം, മറ്റു പലരായിരിക്കാം. ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അതൊന്ന് തൊടുവാനോ, അതൊന്ന് തന്റെ ഒപ്പം കയ്യിൽ വെക്കാനോ, അത് പിടിച്ചൊന്ന് പ്രസംഗിക്കാനോ ഒക്കെ മോഹമുള്ള ആളുകളായിരിക്കാം. ഒരുപക്ഷെ അവർക്ക് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആ ഒരു അവാർഡ് അങ്ങനെ ഉയർത്തുവാനും തനിക്ക് കിട്ടിയതുപോലെ അത് നോക്കിക്കൊണ്ട് സംസാരിക്കാനൊന്നും ചിലപ്പോൾ അവർക്ക് സാധിച്ചെന്ന് വരില്ല. കുളിമുറിയിലാണെങ്കിൽ അവർ ആ ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അവാർഡ് അവിടെ ഇരിക്കുന്നത് കാണാം. അവർക്ക് വേണമെങ്കിൽ അത് കയ്യിലെടുക്കാം, അത് ചുംബിക്കാം, അതിന് ആലിംഗനം ചെയ്യാം. അവർക്ക് കിട്ടിയ ഒരു അവാർഡ് പോലെ അത് പിടിച്ചുയർത്താം. അത് പിടിച്ചുയർത്തിക്കൊണ്ട് അവർക്ക് വേണമെങ്കിൽ പ്രസംഗിക്കാം. ഇതൊക്കെ നടത്താൻ കഴിയുന്ന ഒരു അവസരം അതിനുള്ളിലുണ്ട്. എൻ്റെ മുമ്പിൽ നിന്ന് അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അവർക്ക് അതിനുള്ളിൽ വെച്ച് കഴിയും. എത്ര ഗംഭീരമായിട്ടുള്ള ഡയലോഗ് എന്നാണ് എനിക്ക് തോന്നിപ്പോയത്. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, ഒരു പക്ഷേ അഭിനയം എന്ന് പറയുന്ന മേഖലയിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക ആളുകളും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ തലപ്പെട്ട ഒരു അവാർഡാണ്. ആ അവാർഡ് ഒന്ന് കയ്യിൽ പിടിച്ച് അങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ, ആ അവാർഡ് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുവാനൊക്കെ ആഗ്രഹിക്കാത്ത ഏത് നടന്മാരാണുള്ളത്? അപ്പോൾ പൊതുജനങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും അതൊന്ന് കയ്യിൽ പിടിച്ചുയർത്തുക, അത് വെച്ച് ഒരു സംസാരിക്കുക, ഒരു പ്രസംഗം അങ്ങോട്ട് കീച്ചിക്കളയുക എന്ന് പറയുന്ന ഒരുപാട് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ആ ഒരു കേറ്റ് വിൻസ്ലെറ്റിന്റെ മനസ്സുകൂടി ഞാൻ ഓർത്തു കഴിഞ്ഞപ്പോഴും ഗംഭീരമായ ഒരു സ്ത്രീയാണല്ലോ ഇവര് എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്തായാലും ഇതിനെതിരെ ഒരുപക്ഷെ തെറികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനുകൂടി ക്ഷണം സ്വീകരിച്ചുകൊണ്ട്, അതിനുകൂടിയുള്ള മനസ്സുകൂടി ഞാൻ മാറ്റിവെച്ചുകൊണ്ട് ഈ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ബൈ.